മറ്റൊരു വിവരം കൊച്ചിയിൽ തന്നെയാണ്. നവമി തന്നെയാണ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുക. കൊച്ചി പനമ്പള്ളി നഗറിൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയവരെ ഇനിയും കണ്ടെത്താനായില്ല എന്നുള്ളതാണ്. മാരകായുധങ്ങളുമായി എത്തിയ കള്ളന്മാർ ഇതര സംസ്ഥാനക്കാരാണെന്നാണ് പോലീസിന്റെ നിഗമനം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടരുകയാണ്. നവമി, ഇതെന്താണ് സംഭവിച്ചത്? കൊച്ചിയിൽ ഈ മോഷണം പതിവാവുകയാണല്ലോ. മിക്കപ്പോഴും അന്യസംസ്ഥാനക്കാരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കാറുള്ളത്. പക്ഷേ ഇവരെ വളരെ വേഗം പിടികൂടാറുമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു ചെറിയൊരു കാലതാമസം സംഭവിക്കുന്നത്? രഞ്ജിത്ത്, പനമ്പള്ളി നഗർ കേന്ദ്രീകരിച്ചുള്ള ഒരു മോഷണം ഈ അടുത്ത കാലത്ത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ നിന്നും ഏകദേശം 1 കോടി രൂപയോളം വിലമതിപ്പുള്ള സ്വർണങ്ങളും പണവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിവേഗം തന്നെ പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തു. പക്ഷേ ഈ ഒരു സംഭവത്തിൽ പോലീസിൽ അന്വേഷണം ഇപ്പോഴും പാതി വഴിയിൽ എത്തി നിൽക്കുകയാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരാണെന്ന് പോലീസിന് ഇതിനോടകം തന്നെ മനസ്സിലായി. പക്ഷേ ഇവരെ ഇപ്പോഴും കണ്ടെത്താനായി പോലീസിന് കഴിഞ്ഞിട്ടില്ല. വീട്ടുടമ ലൂയിസ് ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തും. മകനെ കാണാൻ വേണ്ടി കുടുംബം മുംബൈയിലേക്ക് പോയതാണ്. ഇന്ന് തന്നെ നാട്ടിലെത്തും. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള എത്ര രൂപയടക്കം നഷ്ടപ്പെട്ടു എന്ന് കൃത്യമായി പോലീസിന് വിവരം ലഭിക്കും. അതോടൊപ്പം ബാക്കി CCTV ദൃശ്യങ്ങളും ശേഖരിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ആ വീട്ടിൽ 15ഓളം CCTV ക്യാമറകളുണ്ട്. ഇതറിയാതെയാണ് ഈ കള്ളന്മാർ ഇവിടെ മോഷണം നടത്തിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഓരോ മുറിയിലേക്കും കടന്നു ചെന്ന് വാതിലുകൾ കുത്തിപ്പൊളിച്ചാണ് ഇവർ മോഷണം നടത്തുന്നത്. എന്തായാലും പണം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രമാണ് വീട്ടുടമ പോലീസിന് നൽകിയ മൊഴി. പക്ഷേ അത് എത്ര രൂപയാണ്, സ്വർണം എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം നാട്ടിലെത്തി പോലീസിന് വിശദമായി വീട് പരിശോധിച്ച ശേഷം പോലീസിന് മൊഴി നൽകാനാണ് സാധ്യത. എന്തായാലും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവരുടെ വീട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരിലൊക്കെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇവരിൽ ആരെങ്കിലും ആണോ ഇങ്ങനെ പ്രവൃത്തി ചെയ്തത്? പോലീസ് ഉറച്ചു പറയുന്നുണ്ട്, വീട്ടിൽ ആരുമില്ല എന്ന് കൃത്യമായി അറിയാവുന്നവർ തന്നെയാണ് ഈ മോഷണം നടത്തിയതെന്ന്. അതുകൊണ്ട് തന്നെയാണ് വീട്ടിന് സമീപത്ത് താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇതിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും നവമി നിൽക്കുന്ന കൊച്ചിയിൽ മഴ കാര്യമായി ഉണ്ടെന്ന് മനസ്സിലാകുന്നു. നവമിയുടെ ലൈവ് തുടങ്ങിയപ്പോൾ മഴയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മഴയോടൊപ്പമാണ് നവമി ആ ലൈവ് അവസാനിപ്പിക്കുന്നത്. മഴ ശക്തമായി തുടങ്ങിയോ നവമി അവിടെ? രഞ്ജിത്ത്, നമ്മൾ ലൈവ് തുടങ്ങുമ്പോൾ മഴയില്ലായിരുന്നു, അത്യാവശ്യം വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ അപ്രതീക്ഷിതമായി അതിശക്തമായിട്ടുള്ള മഴയാണ്. എന്തായാലും ഇതുവരേക്കും മഴ മുന്നറിയിപ്പുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ അല്പസമയത്തിന് ഉള്ളിൽ തന്നെ ഈ മഴ ശമിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും മഴ നനയണ്ട. മഴ കൊച്ചിയിൽ ഇത്തവണ ഈ മഴ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ഒരു പ്രവൃത്തി ദിവസമാണെന്ന്. സ്കൂളുകളിലേക്കും ഓഫീസുകളിലേക്കൊക്കെ ആളുകൾ പോകാൻ ഇറങ്ങിയ സമയത്ത് കൂടിയാണ് മഴ എന്നത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും നന്ദി നവമി. വളരെ പ്രധാനപ്പെട്ട 3 വാർത്തകളുടെ വിവരങ്ങളാണ് നൽകിയത്. ഏതായാലും മഴ